ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമ്മുടെ ഗോവയിലെ ആദ്യത്തെ ദിവസം എന്താ ഇന്നോട്ടോടെ തുടങ്ങുകയാണ്. രാവിലെ തന്നെ ഇൻറ്റു ഒന്ന് ജിമ്മിലൊക്കെ പോയി കുറച്ച് പ്രകടനങ്ങൾ നടത്തി തിരിച്ചെത്തിയിരിക്കട്ടെ. ഗോവയില് 7 ദിവസം അവിടെ ഉണ്ട് നമ്മള്. അതിന്റെ ഇടയിൽ എക്സസൈസും കൂടി ഇല്ലെങ്കിൽ റെഡിയാവില്ല. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ജിമ്മൊക്കെ പോയി കഴിഞ്ഞ് വന്നു. പിള്ളേരെല്ലാവരും ഉണർന്നുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ എസ്തർലയുടെ എസിയുടെ 8th ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ആഘോഷങ്ങൾ എന്തായാലും ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എന്താണെങ്കിലും അതിന്റെ ഒരു ബാക്കി പത്രവും പിന്നെ ഗോവ കറക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പൊ അതാ എല്ലാവരും ഇവിടെ റെഡിയാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാൻ റെഡിയാണ്. ഇതാ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇവിടെ റെഡിയായി നിൽക്കുന്നു. എസ്തർല എന്തായാലും പറയടേ, തനിക്ക് തന്നെ ഹാപ്പി ബർത്ത്ഡേ പറയേ. ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് പറയേ. ഇങ്ങോട്ട് നോക്കണേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയേ. എന്താ വീഡിയോ എടുക്കണ്ടേ? തനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണോ? ആ പറഞ്ഞോളൂ. ഇതെന്താ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഒരു കിസ്സൊക്കെ കൊടുക്കണോ? എന്നാ പറയേ. നോ കിസ്, നോ കിസ്. വൺ മോർ ടൈം. ഓക്കെ. ആ ഓ ഓ മതി മതി. അപ്പൊ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ റെസ്റ്റോറന്റ് ആണ്. ഇൻഡോറും ഔട്ട്ഡോറും സീറ്റിംഗ് ഉണ്ട്. നമുക്ക് രാവിലെ ബുഫേ ആണ് ഉണ്ടല്ലേ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓംലേറ്റ് ഉണ്ട്, ലൈവ് ഓംലേറ്റ് സ്റ്റേഷൻ ഉണ്ട്, ദോശ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സംഭവം സെറ്റാണ്. തനിക്ക് എന്താ ബർത്ത്ഡേ ആയിട്ട് ഒരു ഉഷാറില്ലാത്ത? ഈ കോൺഫ്ലേക്സ് മാത്രം തിന്നാതെ എല്ലാം കഴിച്ചോളൂട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ കേക്ക് വന്നിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ എസ്തർല. വലിയൊരു കേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതാ? അതെ, കേക്കിന് ചെലവേ ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ള പേരില് നമ്മൾ കേക്ക് കട്ട് ചെയ്യണം. ലൈറ്റ് ക്യാൻഡിൽ കത്തിക്കേ. ക്യാൻഡിലില്ല. ലൈറ്റ് കത്തിക്കേ. ഹാപ്പി ബർത്ത്ഡേ എസ്തർല, ഹാപ്പി ബർത്ത്ഡേ ടു. ഒന്ന് കട്ടീന്റെ ക്യാൻഡിൽ ബ്ലോ ചെയ്യേ, എന്നിട്ടല്ലേ കട്ട് ചെയ്യാ. ഓ BT21 കിട്ടണം എന്നൊക്കെ വിഷയേ. എസിക്ക് ഞാൻ കഴിക്കുക. കട്ട് ചെയ്ത് മതി. ഗുഡ്. ഇതാ നിങ്ങളുടെ പീസ്. ഗുഡ് ചോക്ലേറ്റ് കേക്ക്. എസിയ ഹാപ്പി? ഞാനും കൂടി. ചേച്ചിയുടെ കൊറേ ആയി ആഘോഷിക്കണു. ഇതാണ് ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ കേക്ക് കട്ടിങ്. ഓക്കെ, ഫിനിഷ്. ഹാപ്പി എസി. ഈ ഒരു കേക്ക് ചെറുത് വാങ്ങിയിട്ട് തന്നെ, ചെറുത് വാങ്ങിയതല്ല, അവര് തന്നാട്ടോ. അതിന്റെ അവസ്ഥ ഇതുവരെ തിന്നാൻ ആളില്ല. കേക്കൊന്നും വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഐസ്ക്രീം കേക്ക് ആണെങ്കിൽ എല്ലാരും കഴിക്കും. ഏതാ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. എസിയുടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ നമ്മൾ ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. എസിക്ക് ഇപ്പോഴാണ് ജീവൻ വന്നത്. BT21 ഗിഫ്റ്റുകൾ നമ്മൾ നിരത്തി വെച്ചു. എസി ചാടുന്നു, തുള്ളുന്നു. എസിയുടെ മുഖത്ത് ഇപ്പോഴാണ് രക്തം വന്നത്. കോയാ? ഏത് കോയാ? ഈശോയെ, ഇത് BT21 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാട്ടോ. ക്യാരക്ടേഴ്സ് ആണ്. ഇതിൽ എത്ര ആൾക്കാരുള്ളത്? 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാ സിയ? അങ്ങനത്തെ എത്ര ക്യാരക്ടേഴ്സ് ഉള്ളത്? 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. എസിയുടെ
8 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എസിയുടെ ഹോബി എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് കളക്ട് ചെയ്യലാണ്. ഈ സാധനം വാങ്ങണം വാങ്ങണം എന്നാണ് എസി ബർത്ത്ഡേക്ക് വേണ്ടി പറയണ്ടായിരുന്നത്. കണ്ടോ, എസിയുടെ മുഖത്ത് ഇപ്പോഴാണ് ഒരു ജീവൻ വന്നത്. എസി ഹാപ്പി? ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇല്ലേ. മാങ്കിതായിരിക്കുന്നു. മാങ്കിന്റെ കപ്പ്, ബോക്സ്, ഈ സാധനത്തിന് എന്താ പറയാ? ഐ മാസ്ക്, കീച്ചേന്, ബാഗ്, ബുക്ക് എല്ലാം ഉണ്ട്. എസി അപ്പൊ ഇനി എല്ലാം എടുത്ത് വെച്ച് കളിച്ചോളോട്ടാ. ഹാപ്പിയാ? ഹാപ്പി? ഹാപ്പിയാണോന്ന് പറയേ? ഒരു കിസ്സൊക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പൊ തന്നോ? ഇപ്പൊ ഒരു കിസ് വന്നിട്ട് ചെയ്താണോ? സമയം രാവിലെ 11:50 നമ്മള് ഹോട്ടലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം പതുക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സമയം 11:50. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഫോർട്ട് അഗൂഡയാണ്. അഗൂഡ തന്നെയല്ലേ പറയാ? ഫോർട്ട് അഗൂഡയാണ്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ഒരു ഫോർട്ട് ഉണ്ട്, പിന്നെ ഒരു എന്താ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോ പോണത്. കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല, മഴയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താ, ഇവിടെ നിന്നൊരു കഷ്ടി എത്രയാ, 40 മിനിറ്റ് 35 മിനിറ്റ് അവിടെ എത്താൻ. നമ്മളപ്പം അഗോഡ ഫോർട്ടിന്റെ അവിടേക്ക് എത്തിയിരിക്കട്ടാ. നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്തു, ഉള്ളിലേക്ക് കിടക്കാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. അത് വന്നത് ഒരു ചതിയായെന്നൊരു സംശയം. അത്യാവശ്യം നല്ല തിരക്കില്ല, അത്യാവശ്യം ഒരു മീഡിയം തിരക്കുണ്ട്. എന്താ ടിക്കറ്റ് എടുത്താ? എത്ര റേറ്റ്? ഒരാൾക്ക് 25 രൂപ. അവരാ രണ്ടാൾക്ക് 50. കിഡ്സിന് ഫ്രീ ആണോ? 15 വയസ്സിന് താഴെ ഫ്രീ. അല്ല, അഡൽസിന് 20 രൂപ, 25 രൂപ. ബാബാ പോവാ. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറിയിട്ടാ. ഇതാണ് നമ്മുടെ ഫോർട്ട്. അത്യാവശ്യം വിശാലമായി പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്, കണ്ടില്ലേ. നമുക്ക് മുകളിലേക്ക് കയറി പോവാം. അങ്ങനെ കാര്യമായിട്ട് നടക്കാനൊന്നും ഇല്ല കേട്ടാ, വളരെ കുറച്ച് ഏരിയ ഉള്ളൂ. നമ്മള് പെട്ടെന്ന് തന്നെ നടന്നെത്തി. ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ്. 9 മണി തൊട്ടിട്ട്, രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 5:30 വരെ ഉണ്ട്. ഇത് ഇവിടെ ഓപ്പൺ ആണ്. ഇതിന്റെ മുകളിലേക്ക് കയറിയാന്ന് അവിടെ നിന്ന് വ്യൂ ഉണ്ടല്ലോ, കിടിലം വ്യൂ ആട്ടാ, ഉണ്ടല്ലേ. ബീച്ചാണ്, ബീച്ച് വ്യൂ ആണ്. എല്ലാവരും ഈ മൊബൈൽ കൊടുത്ത് ഇരിപ്പാണ് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കിടിലൻ വ്യൂ ആട്ടാ, രക്ഷയില്ല, അടിപൊളി. ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ഇവിടെ, കണ്ടില്ലേ. പ്രത്യേകിച്ച് എന്നാ ഞായറാഴ്ച കൊണ്ട് തന്നെ. അതിന്റെ അപ്പുറത്തൊരു ലൈറ്റ് ഹൗസും ഉണ്ട്, അവിടേക്ക് പോണം നമുക്ക്. കുത്തനുള്ളൊരു ചെങ്കൽ പടവാണ് കേട്ടാ. വീഴ ഞാഞ്ഞ് വഴുക്കലുണ്ടോ? നമ്മളവിടെ കൊറേ ചുറ്റിക്കറങ്ങി പതുക്കെ ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും കോട്ട വൃത്തിയുടെ പരിപാടികളൊന്നുമില്ല, അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറങ്ങാ, ലൈറ്റ് ഹൗസ് കണ്ടിട്ട് വരാം. ഒരു ഫോർട്ട് പോയപ്പോഴേക്കും ക്ഷീണിച്ചാ അച്ചു പോണ്ടേ? എന്താ ഫോർട്ടിലൊരു 5 മിനിറ്റ് കാണുന്നപ്പോഴേക്കും ക്ഷീണം കേറി. ബാ ബാ ബാ. അച്ചു എസിക്ക് വേണോ? എസിക്ക് പോണെന്നാ. ബാ 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 പോവാ, ഇറങ്ങാം. 5 മിനിറ്റ് ഓടി പോയിട്ട് വരാം. 5 മിനിറ്റ് പോയിട്ട് വരാം. എന്നാ വേണ്ട, അച്ഛന്റെ ഇടപാട് തീർന്നു, എല്ലാവരുടെയും ഇടപാട് തീർന്നു. ഒരു 2 മിനിറ്റ് വെയിൽ കൊണ്ടാണല്ലോ. അവസാനം നമ്മൾ തീരുമാനിച്ചു കേട്ടാ നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാന്നുള്ളത്. എന്താണെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കിടക്കാണ്. ഇവിടെ ഒരാളുടെ എൻട്രി ഫീസ് എന്ന് പറയണത് 25 രൂപയാണ്. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഫ്രീ ആണ് ഇവിടെ. എന്തുട്ടാള് പറയണ്ടായിരുന്ന? അവിടെ ഒരു ബൈനോക്കുലർ ഉണ്ട്, വർക്ക് ചെയ്യുന്നില്ല. അല്ല, ബൈനോക്കുലർ അല്ലാതെ സൺറൈസിലേക്ക് കണ്ണ് വേദനിക്കും. അതിനിപ്പ സൺറൈസ് അല്ലല്ലോ,
പുറത്തേക്ക് നോക്കിയാൽ കണ്ണ് വേദനിക്കില്ല, അതാണ് പറയുന്നത്. അതിനാണ് ബൈനോക്കുലർ വെച്ചത്, പക്ഷെ ബൈനോക്കുലർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്, അത് തൊട്ടാല് പൈസ കൊടുക്കേണ്ടി വരും. തൊട്ടാലെല്ലാം നശിച്ചാലേ പറയുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു സാധനത്തിന് തൊടരുത്, കണ്ടിട്ട് തിരിച്ചു വരും. അതെ, വ്യൂ കണ്ടിട്ട് തിരിച്ചു വരാം. നമുക്ക് വ്യൂ കണ്ടിട്ട് സമാധാനത്തോടുകൂടി തിരിച്ചു വരാം. എസിക്കാണ് ലൈറ്റ് ഹൗസ് കാണാൻ ആവേശം. എസിയാണ് കയറി ഓടിയിരിക്കുന്നത്. ഇതാണ് ലൈറ്റ് ഹൗസിന്റെ ബിൽഡിങ്. ഇതിന്റെ മുകളിൽ കയറി നിന്നാൽ ഗോവ മുഴുവൻ കാണാന്നാണ് പറയണത്. കാണാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളിൽ കയറി നോക്കാം. നമ്മൾ നടന്ന് കയറി ഒരു 3-4 നില കയറി ഇവിടെ എത്തിയിട്ടാ. ഇനി മുകളിലേക്ക് കുറച്ചും കൂടി ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളി കിടുക്കൻ വ്യൂ ആണ്. കിടുക്കൻ വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ബീച്ച് വ്യൂ കണ്ടില്ലേ. ഇനി അടുത്തെന്ന് പറയണത് സാഹസികപരമായ ഒരു കയറ്റാണ്. ഈ ലാഡർ എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് കുത്തനെ കയറി മുകളിലെത്തിയാൽ നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ കാണാം. ദാ ഞോഞ്ഞി എസിയും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേറാൻ പാടുണ്ടാവില്ല, ഇറങ്ങാനാവും ബുദ്ധിമുട്ട്. അതെ, നോ പ്രോബ്ലം, കയറി വിട്ടോ. അവസാനം നമ്മൾ പടി കയറി മുകളിലെത്തിട്ടാ. ഇനി മുകളിലില്ല, അതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല. ഇതാണ് അവര് പറഞ്ഞ ബൈനാക്കുലർ അല്ലേ, തൊട്ടരുതെന്ന് പറഞ്ഞ ബൈനാക്കുലർ. ഇത് കമ്മീഷൻ ചെയ്തിട്ടില്ല ഗവൺമെന്റ്, എന്തായാലും ഉടനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടാ. ഇതാണ് നമ്മൾ നേരത്തെ പോയ ഫോർട്ട്. ഇതൊക്കെ ഗോവയുടെ ഓരോ ഭാഗങ്ങളാണ്. ഇതാവും അവിടെ താഴ്ന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഗോവ കാണാൻ പറ്റുന്ന. എന്താണെങ്കിലും സംഭവം തകർത്തോട്ടാ. കേറി വന്നത് വെറുതെ ആയില്ല. അടി, ആ കോട്ട കാണാൻ പോയകാളും നല്ലായിരുന്നല്ലേ ഇത്. കുഴപ്പമൊന്നുമില്ല, നല്ല കാറ്റ്, നല്ലൊരു സുഖം. അതാകുമ്പോ കൊറേ വെയിലും കൂടെ നടക്കേണ്ടി വന്നില്ല. ആ സമയത്ത് വെയിലുണ്ടായിരുന്നു. ഈ എന്താ പറയാ, ലൈറ്റ് ഹൗസ് കയറിയപ്പോ വെയിലുണ്ടായിരുന്നില്ല. അതാ ക്ഷീണം അറിയാഞ്ഞ്. എസിക്ക് അഗൂഡ ജയിൽ മ്യൂസിയം കേട്ടോട് കൂടിയിട്ട് ഇവിടേക്ക് വരണം എന്നൊരാഗ്രഹം. അതെ, എസിക്ക് കുറെ കാലമായി അവിടെ മസ്കറ്റിലുള്ളപ്പോഴും പറയാനാണ് ജയിലിൽ കാണുന്നൊരാഗ്രഹം. അതെന്തായാലും സാധിക്കാന്ന് വിചാരിച്ചു. ഇതൊരു ജയിൽ മ്യൂസിയം ആണ്, അഗൂഡ ജയിൽ മ്യൂസിയം എന്നാണ് അതിന്റെ പേര്. അപ്പോൾ എന്താ അതെ, എസിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടെ അത്. എനിക്ക് ജയിൽ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്താണെങ്കിലും എല്ലായിടത്തും പാർക്കിംഗ് ചാർജസ് 4 വീലേഴ്സിന് വരുന്നത് 100 റിയാലാണ്. അല്ല സോറി, 100 രൂപയാണ്. ബാക്കി ഇനി ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്, എൻട്രൻസിന് ടിക്കറ്റ് ഉണ്ട്. അത് എത്രയാ നോക്കാം. എല്ലാവരും ഒരു ടാഗൊക്കെ കെട്ടി ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടാ. ഇവിടെ ടിക്കറ്റ് റേറ്റ് വരണത് അഡൽസ് 200 രൂപ, കുട്ടികള് 8 വയസ്സിന് മുകളിലാണെങ്കിൽ 100 രൂപ, 8 വയസ്സിന് താഴെ ഫ്രീ ആണ്. പിന്നെ സീനിയർ സിറ്റിസൺ ഒക്കെ ആണെങ്കിൽ 100 രൂപയെ വരുന്നുള്ളൂ. ഞാനതല്ല വിചാരിക്കുന്നു, ഇവിടെ കേറിയപ്പം തൊട്ടിട്ട് റെസ്റ്റോറന്റ് മാത്രമേ കാണുന്നുള്ളൂ. അവിടെ എൻട്രൻസിലും റെസ്റ്റോറന്റ്, ഇത് എവിടെയും റെസ്റ്റോറന്റ്. ഇത് റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ. അത് റെസ്റ്റോറന്റ് ആക്കിയതാണ്. ഫുൾ റെസ്റ്റോറന്റ് ആട്ടോ. ഇതുവരെ ജയിലിന്റെ ഒരു സംഭവം കണ്ടിട്ടില്ല. എന്താണെങ്കിലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം രസമുണ്ട് കേട്ടാ, പഴയൊരു കെട്ടിടം സംഭവങ്ങളൊക്കെ. അല്ല, ഇതാ ജയിൽ റൂമെങ്കില് നല്ലതാണ്. ജയിൽ പുള്ളികൾക്ക് മനഃപൂർവ്വം കുറ്റം ചെയ്തൊന്നും കിടക്കാം. നല്ല സുഖമല്ല, നല്ല കാഴ്ച, നല്ല വ്യൂ ആട്ടോ ജയിലിൽ നിന്നുള്ളവർക്കൊക്കെ. ഇവിടെ ഒരു റെയിൻ ഡോഗ്സ് ബൈ രോഹിത് ചവള. ഇത് പട്ടികളുടെ മാത്രമുള്ളൊരു പെയിന്റിംഗ് ആന്ന് തോന്നണു കേട്ടോ. കണ്ടോ, ശരി. അതിന്റെ ഉള്ളിൽ കയറി വന്നപ്പം എല്ലാ ചുമരിലും പട്ടികളുടെ മാത്രമുള്ള പെയിന്റിങ്ങുകളുണ്ട്. ഇതൊക്കെ വരച്ചതാണ്, കണ്ടില്ലേ. എസിയ, തനിക്ക് ഇഷ്ടമുള്ളത് പപ്പി ഡോഗ്സ് ഗുഡാണോ? തെരുവ് നായകളുടെ ചിത്ര പ്രദർശനാണ്. അങ്ങനെ അവസാനം നമ്മൾ നടന്ന് കടന്ന് അഗാവു എന്താ പ്രൊണൗൺസ് ചെയ്യാ, അഗ്വാദ് ജയിലിന്റെ ഹെറിറ്റേജ് ബ്ലോക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ എൻട്രൻസ്. നമുക്ക് ഉള്ളിൽ കിടക്കാം. എന്താണ് ഇതിന്റെ ഉള്ളിലെന്ന് അറിയാം. ഇത് ലിസ്റ്റ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ എസിയുടെ ആഗ്രഹങ്ങൾ ഏതാനും സമയത്തിന്റെ ഉള്ളിൽ സാധിക്കാൻ പോവുകയാണ്. ജയില്, ഇതാണ് ജയിൽ. ഇതാരായിരിക്കണ? സ്കാൻ ടു, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്കാൻ ടു നോ മോർ. ഇതാണ് എസിയ ജയില്. ഏത്? ഇതും ജയിലാണ്. അല്ല, അതും ജയിലാണ്. അതും ജയിലാണ്. അതെ,
ഇതല്ല എല്ലാം ജയിലാണ്, ഇതൊക്കെ ജയിലാണ്. ഇതൊക്കെ ചെറിയ റൂമാണ്. ചെറിയ റൂമാ. പിന്നെന്താ, ഇതെന്താ 5 സ്റ്റാർ ഹോട്ടലാ ഇത്? ഗ്ലാസുകൾ നോക്കി ഇത് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കപ്പം. അല്ല പിന്നെ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. അല്ല പിന്നെ സ്വിച്ച് ഒക്കെ കണ്ടില്ല, അതാടി സ്വിച്ച് നോക്കിയേ. ഇത് പഴയ ടൈപ്പ് സ്വിച്ച് ആണ്. അതിൽ കളിക്കരുത്. ഹാപ്പി ജയിലുണ്ടല്ലേ അത്? സ്കാൻ ചെയ്ത അത് എന്താ പറയണ? പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ആണിത്. സ്റ്റാച്ചു ആരുടെ? ഇത് ഗോവൻ നാഷണലിസ്റ്റ് ഡോക്ടർ TV was jailed before. He was deported to Peniche Fortress in Portugal. ഓക്കെ, അപ്പൊ ഇത് ജയിൽ തന്നെയാണല്ല. ഇപ്പൊ അവരുടെ സെർവർ റൂമാന്ന് തോന്നുന്നു. കണ്ടില്ലേ, മുകളിലെ സെർവറൊക്കെ ഉണ്ട്. ഇത് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടാ. ചാപ്പൽ അവർ ലേഡി ഓഫ് ഗുഡ് വോയേജ്. Beautifully carved wooden altar. നല്ല പഴയൊരു പള്ളിയാട്ടോ അത്. ചെരുപ്പിട്ട് കിടക്കാൻ പറ്റുണ്ടാവില്ല. തടി കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ആൾക്കാരൊക്കെ. ഉണ്ടല്ലേ, നല്ല അടിപൊളി ഒരു ചെറിയൊരു പള്ളി. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടാ. ഭഗവാൻ വിത്തൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടാ. അതില് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവര് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് ഓരോരുത്തരുടെ ഹിസ്റ്ററി പ്രിന്റ് ചെയ്തെടുത്തോണ്ടാവും കേട്ടാ. ഇപ്പൊ അതാ പിള്ളേര് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതാ 17 സെക്കൻഡുള്ള റെഡിയാവും. നോനിക്ക് ഓൾറെഡി കിട്ടിയില്ലേ? നോനിക്ക് ആരുടെ ഹിസ്റ്ററി കിട്ടി? അതല്ല, മാർട്ടിയേഴ്സ് ഓഫ് ഓപ്പറേഷൻ വിജയ്. എസിയുടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണോ? 3, 2, 1. യെസ്, വേർ പ്രിന്റ് ചെയ്യേ? ആ, അയ്യോ, ആ അതാ വന്നോ. എസിയുടെയും പ്രിന്റ് വന്നോ? സെയിം ആണോ? ഇല്ല, ഇത് ശോഭ മനോഹർ അവരുടെ ഹിസ്റ്ററിയാണ് എസിക്ക് കിട്ടിയത്. അങ്ങനെ ഓരോരുത്തരുടെ വരുന്നുണ്ട് കേട്ടാ. അങ്ങനെ ജയിലിലെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിട്ടാ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടാ. ഏത് ആംഗിളില് ക്യാമറ വെച്ചാലും നല്ല അടിപൊളി വ്യൂസ് ആണ്. കണ്ടില്ല, മലയുടെ മുകളിലൊക്കെ വീടും പള്ളിയൊക്കെ. നമ്മളപ്പോ അവിടെ നിന്നൊക്കെ ഇറങ്ങി റെസ്റ്റോറന്റിലേക്ക് പോണ വഴിയാണിത്. ഒരു ബീച്ച് സൈഡ് റെസ്റ്റോറന്റ് ആണ്. എന്താ അതിന്റെ പേര്? പാം ആൻഡ് സാൻഡ്. പാം ആൻഡ് സാൻഡ്. പാം ആൻഡ് സാൻഡ് എന്നാണ് അതിന്റെ പേര്. വഴിയും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. എവിടേക്കാണോ എത്തിപ്പെടണമെന്ന് അറിയില്ല. കണ്ടില്ലേ, പാം ആൻഡ് സാൻഡ്സ്. കാൻഡോലിമിലാണ് അത്. കാൻഡോലിം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓഹോ, അടിപൊളിയാണല്ലോ. ബീച്ച് ഷാക്ക് തന്നെ കേട്ടോ അത്. ഇന്നലെ നമ്മള് രാത്രി ബാഗേന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു സംഭവം തോന്നുന്നു. ഇത് അടിപൊളിയാന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. ഗോവയില് പിന്നെ ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഫുള്ളാവൂട്ടാ. നമ്മളിതാ വന്നിരുന്നു. നമ്മുടെ വ്യൂ കണ്ടില്ലേ, ഭീകര വ്യൂ ആണ്. മുമ്പിൽ തന്നെ കടലാണ്. അപ്പൊ അങ്ങനെ കടൽക്കാറ്റും കൊണ്ട് നമ്മൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാണ്. നമ്മൾ ആദ്യം ഇവിടെ ഒരു പിള്ളേർക്ക് ഇതെന്താ സംഭവം, ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു. പിന്നെ അതവിടെ പ്രോൺസിന്റെ എന്താ പ്രോൺസ് ഗാർലിക് ലെമൺ തന്തൂരി അത് പറഞ്ഞു. അതിവിടെ വന്നിട്ടുണ്ട്. പിന്നെ 1-2 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓൺ ദ വേ ആണ്. പിള്ളേർക്ക് തന്നെ എവിടെ പോയാലും നമ്മുടെ ബട്ടർ ചിക്കൻ മതി. ഞാൻ എന്ത് ഈ ബട്ടർ ചിക്കൻ അല്ലാതെ വേറെ വല്ലതും കഴിച്ചുകൂടാ എന്റെ കുട്ടിയെ? എത്ര സാധനങ്ങളുണ്ട്. ഫിഷിന്റെ എല്ലാം കഴിച്ചുകൂടാ? എസിക്ക് ഫിഷിന്റെ എല്ലാം കഴിച്ചുകൂടാ? എന്തിനാ ഈ ബട്ടർ ചിക്കൻ മാത്രം കഴിക്കണ? ആരും പീസ് കഴിക്കില്ല. എന്നിട്ട് ബട്ടർ ചിക്കനും വാങ്ങും. ബട്ടർ ചിക്കൻ നമ്മളും കഴിക്കില്ല. അച്ചുവാണ് ഇവിടെ നിന്ന് ശരിക്ക് പിടിക്കണ. ഇവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചോണ്ടിരിക്കൂട്ടാ അല്ലേ? കഴിച്ച് കാറ്റും കൊണ്ട് കടലും കണ്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളിതാ വീണ്ടും ഒരു ഫിഷ് പറഞ്ഞു. ഇതെന്തായിരുന്നു ഫിഷ്? കിങ് ഫിഷ് തവയാണ്. നല്ല എന്തോ ഒരു മസാലയൊക്കെ ഇട്ടിട്ട്. ഗോവയിൽ വന്നാ പിന്നെ ഫിഷ് ഒന്നും ഒഴിവാക്കാൻ പാടില്ലല്ലോ. പോവാം, വരുമോ? പോവണ്ടെന്നോ? വാ അച്ചു, എസി വരുമോ? നമ്മള് കറക്കും തീറ്റയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റിസോർട്ടിൽ തിരിച്ചെത്തി.
കഴുപ്പിന്റെയും കറക്കത്തിന്റെ ഒക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മള് ജക്കൂസി ഓണാക്കി അതിന്റെ ഉള്ളിൽ കയറി കുതിരയാണ്. ആ കുറച്ച് കൊച്ചിയാ, കുറച്ചിടാൻ പറ്റില്ല അച്ഛൻ, ഇത് 1 സ്പീഡാണല്ലോ. ചെയ്തോളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂളിലേക്ക് പോവാം. ആ മുങ്ങ മുങ്ങ. നമ്മൾ ജക്കൂസിയിലെ യജ്ഞം അവസാനിപ്പിച്ച് നമ്മൾ പൂളിലേക്ക് പോവാണ്. ചാടിയില്ലേ ഇതുവരെ? ഇതാണ് കേട്ടോ ഇവരുടെ ഇൻഫിനിറ്റി പൂള്. നല്ല അടിപൊളി വെടിക്കെട്ട് കിടുക്കാച്ചി പൂള്. അതാ പിള്ളേരൊക്കെ അവിടെ കിടന്ന് തിമിർത്താണ്. ഞോനിക്ക് അവിടെ കാലെത്തുണ്ടാ? കണ്ടോ, അച്ഛനും പിള്ളേർക്ക് എല്ലാവർക്കും കാലെത്തണുണ്ട് കേട്ടോ താഴെ വരെ. അപ്പം പേടിക്കാനൊന്നുമില്ല, അടിപൊളിയായി നീന്തി കളിച്ച് തിമിർക്കാം. അടിപൊളിയാണ്. ഇപ്പോഴാണെങ്കിൽ പൂളിൽ ആരും ഇല്ല, നമ്മൾ മാത്രമല്ലോ. ഇതിന്റെ അപ്പുറത്ത് കണ്ടില്ലേ വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞ സൂപ്പർ വ്യൂ ആണ്. നമ്മുടെ ബാഗ റിവറും ബാഗ ബീച്ചും കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. സൂപ്പർ, ഒരു രക്ഷയില്ല. ഒരു നല്ല അടിപൊളി റിസോർട്ടാട്ടോ. നിങ്ങളൊക്കെ ഗോവയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. കണ്ടില്ലേ ഇവരുടെ കോട്ടേജ് ഒക്കെ ആണെങ്കിലും ശരി, കണ്ടില്ലേ ഒക്കെ സീ ഫേസിംഗ് ആണ്, സീ റിവർ ഫേസിംഗ് ആണ്. അതല്ലാത്തതും ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാർഡനിൽ പോയി നമുക്ക് വിശ്രമിച്ച് ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാം. ഇവിടെ ഈ ബോട്ട് കിടക്കണില്ലേ, ഇത് മുക്കുവന്മാരുടെയാണ്. പിന്നെ ഇവിടെ നമുക്ക് കയാക്കിങ്ങും കിട്ടൂട്ടോ. ആ ഭാഗത്തൊക്കെ നോക്കിയാണ്ടില്ലേ ആൾക്കാർ കയാക്കിങ്ങിനൊക്കെ പോണ കാണാം നിങ്ങൾക്ക്, കണ്ടോ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ലൊരു സെന്റർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബാഗയില്. വഴക്കൂടല്ലേ? അപ്പൊ ഞങ്ങൾ ഈ പൂളിലൊന്ന് പൂന്തി വിളയാടട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മള് എന്താ പറയാ, കുളിയും ജപവും പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഡിന്നറിന് വേണ്ടി ഇറങ്ങിയിട്ടാ. ഇവിടെ അഞ്ജുന ബീച്ചിന്റെ അടുത്ത് ഫാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. കണ്ടല്ലേ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം നല്ല വെടിക്കെട്ട് റെസ്റ്റോറന്റുകളാട്ടോ. അവിടുത്തെ നല്ല ആംബിയൻസ്, നല്ല വൈബ് എല്ലാം ആണ്. ഇത് ബീച്ച് സൈഡിലല്ല, ബീച്ചിന്റെ പക്ഷെ തൊട്ടടുത്താണ്. പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് കാരണം അവരതിൽ മുഴുകിയിരിക്കുന്നുണ്ട് കേട്ടാ. കണ്ടില്ലേ, ഇനിയിപ്പോ അവരെ കൊണ്ടൊരു ശല്യം ഇല്ല, അത് തീരണ വരെ അതും വെച്ചിരുന്നോളൂ. നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡ് ഇപ്പോൾ വരുന്നതായിരിക്കും. എങ്ങനെയാ റെഡി ആവുക? Stop. Okay, done? Yes. Hey, yo. Happy birthday to you. Happy birthday to you. Happy birthday, dear Leslie. Happy birthday to you. എന്നാ നീ കൊടുക്ക. ആ കുറേശ്ശെ നല്ല കേക്കാ, ബെസ്റ്റ് കേക്കില്ല. അച്ചു മുമ്പിലേക്ക് അച്ചു കൊടുക്കോ? അച്ചുവിന് കൊടുക്കണ്ട? അച്ചു കൊടുക്ക. ഓക്കെ, ഗുഡ്. ആ ഗുഡ്. ആ ചെറുത് കഴിച്ചോളൂ, അച്ചു തന്നല്ലേ, കഴിക്കേ. ഓക്കെ, ഹാപ്പി. ഞാൻ ആദ്യം തന്ന അതറിഞ്ഞില്ല. ഒന്നുകൂടി വേണോ? കേക്കിന് എത്ര രുചിയാ? ഓക്കെ. കലാശക്കൊട്ടാണ് എസിയുടെ ബർത്ത്ഡേയുടെ എന്ന്. എസിക്ക് ഇഷ്ടമുള്ള സുഷി വാങ്ങിയിട്ടുണ്ട്, ഗോവൻ സുഷി. സുഷിയുടെ ആള് ഞോനിയാണ്. അച്ഛനും അത് ക്രിസ്പി ക്രീമി റോൾ ഇല്ല അച്ചുവേ. ഇത് ഏതാത്? ആ മസ്കറ്റില്. അച്ചു സുഷിയുടെ ആരാധകനാണ്. ഇത് ഏതാത്?
ഇതേതാ? അവക്കാഡോയുടെ ഒരു ഇതാണ്. ചീസ്. ഉള്ളിലെന്താ? ക്രാബ ചിക്കൻ? എന്താ? ചീസ് ക്രീമാ? അവക്കാഡോ ചീസ് ക്രീമാ? ഗോവൻ ഫിഷ് കറി വാങ്ങിയിട്ടാ നമ്മള്. ഗോവൻ ചിക്കൻ ആണോ? ചിക്കൻ കറിയാ. ഓക്കെ, ഗോവൻ ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പരീക്ഷിച്ച് നോക്കാം. ഗോവനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ തന്തൂരി പ്രോൺസ് ഉണ്ട്. തന്തൂരി പ്രോൺസ് നമ്മുടെ ഇതൊന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടാ തന്തൂരി പ്രോൺസ് കൊടുത്തത്. ആ പറയാ, നല്ലതാ. ഇനി എന്താ? എനിക്ക് ഞോഞ്ഞി അച്ചു വക സർപ്രൈസ് ഉണ്ട്. അതാ ഞോഞ്ഞിയുടെ വക സർപ്രൈസ്. സിസ്റ്റർ ഉണ്ടാവില്ല പൊന്നോ. ഇത് കൈ കൊണ്ട് കയറിയാ മതി. എന്തൊക്കെയാ സിയാ? എന്തൊക്കെയാന്ന് കാണിച്ചോട്ടെ. എന്തൊക്കെ? മൈൻക്രാഫ്റ്റ്, വിംപി കിഡ്, അഡോപ്റ്റ് മീ, ഉറുമി, BT21. ഇതൊക്കെ അതെ, ഇതൊക്കെ ഞോഞ്ഞയുടെയും അച്ഛന്റെയും കൂടി ഗിഫ്റ്റ് ആണ് എസിക്ക്. അയ്യോ, തന്റെ അല്ലേ? കൊടുക്കാൻ പോവാ. എവിടെ തന്റെ ഗിഫ്റ്റ്? വാവ്, സൂപ്പർ. എന്താ ചെയ്താ മേടിച്ചിരിക്കണേ? നോക്കട്ടെ. എന്താ 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 ചെയ്യാ? വീണ്ടും ഒരു BT21 എസിക്ക്. ഓ, ഇതാരാ സി? ഇനി എന്താ? ഇതെന്തത്? ഇതെന്താണത്? ഇത് അവസാനിച്ചില്ല. അപ്പൊ ഇതൊന്ന് രാവിലെ കൊടുത്തില്ലേ? അപ്പൊ ഇതെവിടെയായിരുന്നു രാവിലെ? ഇതൊരു ലോഡ് ഉണ്ടല്ലോ വീണ്ടും. ഇത് എനിക്ക് അറിയണ്ടായിരുന്നില്ല അത് ഇത്രയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതെല്ലാം കൂടി, ഇതെല്ലാം BT21 ക്യാരക്ടേഴ്സ് ആട്ടോ, നമ്മള് രാവിലെ പറഞ്ഞ പോലെ. അപ്പൊ ഇനി എസി ഇതെല്ലാം പൊട്ടിക്കും അല്ലേ എസിയാ? ഓക്കെ, എസി പൊട്ടിച്ചോളോ. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ഗോവൻ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. വീണ്ടും ഗോവയുടെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. You want Tata? You like Tata more?